ോടെ വളരെ ലജ്ജയോടെ കൂടെ കാണുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്? സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ചെയർപേഴ്സണാണ് ഞങ്ങളിവിടെ വരികയുണ്ടായി. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാം, പ്രത്യേകിച്ചും ആ കുടുംബം ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏറെ താൽപര്യവും അവർക്കുള്ള സംശയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടുകയുണ്ടായി. ഗവൺമെന്റ് വളരെ നന്നായിട്ട് ഇടപെട്ടതാണ്. ഈ നിമിഷങ്ങൾക്കകം, ദിവസങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ആധാരമായ കക്ഷികളെ ഇതിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് ഏത് പ്രതിയാണെങ്കിലും ആ പ്രതി കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷണ നടപടിയിലേക്ക് കൊണ്ടുപോകും. വിദ്യാർത്ഥികത്വം വന്ന ആളാണ്. ഈ റാഗിംഗ് പോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ SFI ഉൾപ്പെടെയുള്ളവർ ഇതിൽ ആരോപണ നേരിടുമാണ്. അല്ലെ, ഇതിനകത്തൊരു രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കാണുന്നില്ല. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഒരു ക്യാമ്പസിനകത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ക്യാമ്പസിനകത്ത് സീനിയർ ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്തരം റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് അതിനെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം തർക്കമില്ല. നിയമം ഇല്ലാത്തതുണ്ടല്ലോ. നേരത്തെ ശക്തമായ നിയമമുണ്ട്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളും ഈ കുട്ടികളൊക്കെ എങ്ങനെ പോകുന്ന കാര്യം എന്തായാലും ഇതെല്ലാം സംഘടനാ തലത്തിലല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. സംഘടനകൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇത്. രണ്ട് ബാച്ചിലുള്ള കുട്ടികളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ട് സംഘടനകൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ ഉണ്ടായ ഒരു സംഭവമല്ല ഇത്. ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുമ്പോൾ അതിന് കർശനമായ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊന്നും ഒരു തരത്തിലുമുള്ള അനുകൂല നിലപാട് ഒരു തലത്തിലും കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാതാപിതാക്കളുടെ പരാതികൾ ഞാൻ ഉൾപ്പെടെ നേരത്തെ കേട്ടതുകൊണ്ടാണല്ലോ ഗൌരവമായി കർശനമായ നിലപാടിലേക്ക് ഞങ്ങളെല്ലാം പോയത്. അവർക്കുള്ള സംശയത്തിൽ നിന്നാണല്ലോ ഈ വിഷയങ്ങളുടെ അന്വേഷണം ആ ദിശയിലേക്ക് പോകാൻ തയ്യാറായത്. അത് വീട്ടുകാർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങളാരും. അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെയും ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൌരവമായി കാണുന്നത്. ആ സംഭവം ഗൌരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ നിയമസഹായം പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റും. സർക്കാരിന്റെ നീതി അവർ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബമായതുകൊണ്ട് കൂടുതൽ വിശ്വസിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനോടൊന്നും യാതൊരു തരത്തിലുമുള്ള പക്ഷപാതം സ്വീകരിക്കുന്നവരല്ല ഞങ്ങളെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോഴും രക്ഷകർത്താക്കൾ സംസാരിച്ചപ്പോൾ അതിലൊന്നും അവർക്ക് യാതൊരു തരത്തിൽ സംശയത്തിന്റെയും വിഷയമില്ല. ഇത് തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അഭ്യർത്ഥന. ഇപ്പോഴും ആ അഭ്യർത്ഥന അവർ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അത് ഗൌരവമായി ഗവൺമെന്റ് കാണുന്നു എന്നതാണ് കഴിഞ്ഞ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ വെളിവാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോളേജിലെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോളേജ് അധികൃതർക്കും പങ്കുണ്ടെന്നാണ് കുടുംബാംഗങ്ങളും. എന്താണോ ഗവൺമെന്റ് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അത്തരം വിഷയങ്ങൾ സമീപിക്കുന്നത്, അല്ലാതെ പക്ഷം ചേർന്നുകൊണ്ടല്ല. അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും കോളേജ് അധികൃതരുടെ കാര്യത്തിലാണെങ്കിലും പുറത്തുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ടെങ്കിലും അതെല്ലാം നിഷ്പക്ഷമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ആയിരിക്കും. അതിലൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇത് രാഷ്ട്രീയ വിഷയങ്ങളല്ല. ഇത് ഒരു ക്യാമ്പസിനകത്തുണ്ടായ സംഭവങ്ങളെ ആ ഗൌരവത്തിൽ തന്നെ കാണുന്നു. സർക്കാരിന്റെ ഉറപ്പാണിത്. മന്ത്രി GR അനിലിന്റെ ഉറപ്പാണിത്. അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധി കൂടി, MLA കൂടിയാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകുകയാണ്. അത് നിയമപരമായും അതുപോലെ തന്നെ ഭരണപരമായ എല്ലാ സഹായവും ഉറപ്പു നൽകുകയാണ് മന്ത്രി GR അനിൽ. കോളേജ് അധികൃതരുടെ ഭാഗത്ത്, ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്ന പരാതി കുടുംബാംഗങ്ങൾക്കുണ്ട്. ആ പരാതിയും ഗൌരവമായി പരിശോധിക്കും. വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല, കോളേജ് അധികൃതർ, ഡീൻ ഉൾപ്പെടെയുള്ളവർ, കോളേജിന്റെ മറ്റ് ഉന്നതർ ആർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി GR അനിൽ നൽകുന്നത്. കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണമായും സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.